ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓണം സ്പെഷ്യൽ ഒരു പട്ടുപാവാടയാണ്. വളരെ ചെറിയ ഒരു ബേബിയുടെ, അതായത് ഒരു വയസ്സിൻ്റെ അളവിലാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, മുകളിൽ എലാസ്റ്റിക് വരുന്ന തരത്തിലുള്ള പാവാടയാണ്. പ്ലീറ്റ്സിൻ്റെ ബാൻഡ് ഇടുന്ന തരമല്ല കേട്ടോ, എലാസ്റ്റിക് വരുന്ന തരത്തിലുള്ള പാവാടയാണ്. അപ്പോൾ ഇത് ഞാൻ വലിയ ക്ലോത്തിൽ നിന്നും നമുക്ക് ആവശ്യമായ അളവിലേക്ക് ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1 മുതൽ 10 വയസ്സ് വരെയുള്ള അളവുകൾ ഞാൻ ആപ്പിൽ കൊടുത്തിട്ടുണ്ടാവും, മൈഫ്രോക്സിൻ്റെ ആപ്പിലുണ്ടാവും. അപ്പോൾ അളവുകൾ വേണ്ടവർ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഒരു കാര്യം കൂടി, ഓണം ഓഫർ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ കോഴ്സ് 50% ഓഫിൽ കൊടുക്കുകയാണ് ഈ ഒരു 3-4 ദിവസത്തേക്ക്, ഓണത്തിന് മാത്രം. ഓക്കെ, അപ്പോൾ സ്റ്റിച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയും ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ വെരി ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളുണ്ട്, ചുരിദാറിൻ്റെ ക്ലാസ്സുകളുണ്ട്, ഫ്രോക്കിൻ്റെ ഉണ്ട്, നൈറ്റിയുടെ ഉണ്ട്. അപ്പോൾ എല്ലാ കോഴ്സിനും കൂടിയാണ് നമ്മളിങ്ങനെയൊരു ഫീസ് വെച്ചിരിക്കുന്നത്. അതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. താല്പര്യമുള്ള ആൾക്കാരൊക്കെ തന്നെയും ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ വെരി ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും, ചുരിദാറിൻ്റെ ക്ലാസ്, ഫ്രോക്കിൻ്റെ ക്ലാസ്, നൈറ്റിയുടെ ക്ലാസ് ഒക്കെ തന്നെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഒട്ടും തയ്യൽ അറിയാത്ത ആൾക്കാർക്ക് പോലും നമ്മുടെ ക്ലാസ്സുകൾ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കയ്യിലൊരു മെഷീൻ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനൊന്ന് പറയാം കേട്ടോ. ഇതൊരു 1 ഇയർ ബേബിക്കുള്ള അളവാണ്. വളരെ ചെറിയൊരു പാവാടയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 13 ഇഞ്ചാണ് ഞാൻ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പട്ട വരും, സ്കേർട്ടിൻ്റെ 1.5 ഇഞ്ച് വീതിയുള്ള പട്ട വരും. അപ്പോൾ 14.5 ഇഞ്ചായി അല്ലേ, 1.5 ഇഞ്ച് പട്ട വരുമ്പോൾ. പിന്നെ ഇതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് പോകും. അങ്ങനെ കൃത്യം നമുക്ക് 14 ഇഞ്ച് തന്നെയാണ് ഈ സ്കേർട്ടിൻ്റെ ലെങ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ലെങ്തിൽ നിന്നും പട്ടയുടെ വീതി കുറച്ച് വേണം എടുക്കാൻ. പിന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗം നമുക്ക് മടക്കി തയ്ക്കാനൊന്നുമില്ല, ഇങ്ങനെ ബോർഡർ വരുന്ന ക്ലോത്ത് ആയതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടി തയ്യൽ തുമ്പിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ വീതി വന്നിട്ട് ഫുൾ ലെങ്ത് ഫുൾ വീതി കാണിക്കുന്നില്ല, ഇത്രയും പറയാം, ഹാഫ് ഇട്ട് കാണിക്കാം കേട്ടോ. ഏകദേശം 30 ഇഞ്ച്, 29.5 ഇഞ്ചാണ് ഒരു പീസിന് വരുന്നത്. അപ്പോൾ ഏകദേശം 59-60 ഇഞ്ച് അടുപ്പിച്ച് നമുക്ക് ഈ ക്ലോത്തിന് വീതി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എടുക്കേണ്ടതിന് ഒരു മെഷർമെൻ്റ് ഉണ്ട്, നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ്. ഹിപ്പ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പാവാട എവിടെയാണോ ഇടുന്നത്, കുട്ടികളുടെ വയറിൻ്റെയൊക്കെ ആ ഭാഗമില്ലേ, ആ ഭാഗം ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ മെഷർ ചെയ്യുക. വട്ടത്തിൽ മെഷർ ചെയ്തിട്ട് ഒരല്പം ലൂസ് കൂടി വേണം കേട്ടോ, ഭയങ്കര ടൈറ്റായിട്ട് വെച്ച് മെഷർ ചെയ്യരുത്. ആ മെഷർമെൻറ്റിൻ്റെ കൂടെ ഇപ്പം എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ചിൻ്റെ കൂടെ ഞാനിവിടെ ഇലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പം കൃത്യമായ കുട്ടിയുടെ അരവണ്ണം എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ചിൻ്റെ കൂടെ ഞാനൊരു 4 ഇഞ്ച് ലൂസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 18 ഇഞ്ചായി. പിന്നെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ടും ആഡ് ചെയ്യുന്നു. അങ്ങനെ 20 ഇഞ്ചാണ് നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ്, അതായത് അരവണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ആ എടുക്കുന്ന 18 ഇഞ്ചിൻ്റെ 20 ഇഞ്ചിൻ്റെ എടുക്കേണ്ട കേട്ടോ, നമ്മൾ തയ്യൽ തുമ്പ് വിടുന്ന ഓരോ ഇഞ്ചിൻ്റെ എടുക്കണമെന്നില്ല. ഈ 18 ഇഞ്ചിൻ്റെ 3 മടങ്ങ് 3 ടൈംസ് കൂടുതലായിരിക്കണം നമ്മൾ എടുക്കുന്ന ക്ലോത്ത്. മനസ്സിലായല്ലോ? അപ്പോൾ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 4 മടങ്ങും 4 പ്രാവശ്യം, അതായത് 4 ഇരട്ടി തുണി എടുക്കാം. കൂടുതൽ ഭംഗിയായിരിക്കും, കൂടുതൽ പ്ലീറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് 4 ഇരട്ടി തുണിയും എടുക്കാം. മിനിമം 3 ഇരട്ടി തുണിയെങ്കിലും എടുക്കുക എല്ലാ പാവാടയ്ക്കും. നേരെ ഇരട്ടി എടുത്താൽ പ്ലീറ്റ്സ് വളരെ കുറവായിരിക്കും, പാവാടയ്ക്ക് കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ഒരു 3 ഇരട്ടി അല്ലെങ്കിൽ ഒരു 2.5 ഇരട്ടി എങ്കിലും മിനിമം എടുക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആ മെഷർമെൻറ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് ഞാൻ ഇവിടെ പട്ട വെക്കാനായിട്ട് മുറിച്ചെടുത്തിരിക്കുന്ന ക്ലോത്താണ് കേട്ടോ, അതായത് പാവാടയുടെ മുകളിൽ. ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് പറയാം. നമുക്ക് ആഫ്റ്റർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 1.5 ഇഞ്ചാണ് മുകളിൽ വരേണ്ടത്. അപ്പോൾ ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണല്ലോ, വീതിയാണേ പറയുന്നത്, ഇങ്ങനെയാണ് നമ്മൾ മടക്കി വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അര ഇഞ്ച് വീതം തയ്യൽ തുമ്പായിട്ട് പോയി കഴിയുമ്പോൾ ബാക്കി നമുക്കിത് 1.5 ഇഞ്ചാണ് കിട്ടുന്നത് ഒരു സൈഡ്. ഓക്കെ, 1.5 ഇഞ്ചാണ് കിട്ടുന്നത്. ലെങ്ത് എടുത്തിരിക്കുന്നത് 19 ഇഞ്ചാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഹിപ്പ് മെഷർമെൻറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ 18 ഇഞ്ചാണ്. ആ 18 ഇഞ്ചിൻ്റെ കൂടെ ഇതിൻ്റെ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് 19 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇലാസ്റ്റിക് ഇല്ലാത്ത പാവാടയാണെങ്കിൽ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇലാസ്റ്റിക് ആകുമ്പോൾ കുറച്ച് വലിഞ്ഞ് നിൽക്കണം. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളുടെ ആകുമ്പോൾ ഇലാസ്റ്റിക് ഇടാനേ പറ്റുള്ളൂ. വലിയ ആൾക്കുട്ടികൾക്കാണ് നമുക്ക് ബാൻഡ് വെച്ചിട്ട്
എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഹിപ്പ് മെഷർമെൻറ്റിൻ്റെ കൂടെ 1 ഇഞ്ച് വല്ലതും ലൂസ് ആഡ് ചെയ്താൽ മതി. 1 മാക്സിമം 2, അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മുടെ ഈ ക്ലോത്തിൽ ഫ്രിൽസ് ഇടുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറയാമേ. ഇവിടെ ഇങ്ങനെ നമുക്കൊന്ന് ഓരോ ഇഞ്ച് വീതം ഒന്ന് മെഷർ ചെയ്ത് പോവാം. കണ്ടോ, ഇത് 1, 2 ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് പോവുക കേട്ടോ. ഫുള്ളായിട്ട് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകാം കേട്ടോ. 1, 2, 3 എന്നങ്ങ് മാർക്ക് ചെയ്ത് പോയാൽ മതി. ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്താൽ മതി. 1 ഇഞ്ചാണ് നമ്മൾ പ്ലീറ്റ്സിന് വീതി കൊടുക്കുന്നത്, ചെറിയ കുട്ടികളായതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 1.5 2 ഒക്കെ എടുക്കാം. പക്ഷേ അപ്പോൾ അതനുസരിച്ച് തുണി കൂടുതൽ എടുത്തോണേ. തുണിയുടെ 2 ഇരട്ടി 3 ഇരട്ടി എന്നുള്ളത് 4 ഇരട്ടി ഒക്കെ എടുത്തോണം. കൂടുതലായാൽ കൂടുതൽ ഭംഗിയാവുമെന്നേ ഉള്ളൂ വലിയ കുട്ടികളാകുമ്പോൾ കേട്ടോ. കണ്ടോ, ഇങ്ങനെയൊന്ന് നമുക്ക് ഓരോ ഇഞ്ച് വീതം ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തു പോകാം. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് 1 ഇഞ്ചൊക്കെ എടുക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 1 എന്നുള്ളത് നമ്മുടെ തയ്യൽ തുമ്പാണ്, ഈ 1 ഇഞ്ച് അല്ലേ. ഇനി രണ്ടാമത്തെ വര തൊട്ട് എടുക്കുക. ഓക്കെ, രണ്ടാമത്തെ വര തൊട്ട് ഇങ്ങനെ എടുത്തു. ഈ മൂന്നാമത്തെ വര ഇങ്ങനെ ഉള്ളിലേക്ക് പോയി. കണ്ടോ, ഇങ്ങനെ വെക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു മുട്ടുസൂചി കുത്തി കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തത് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ലൈൻ ഇതിങ്ങനെ തുണി എടുക്കുക. ഈ പോയിൻ്റ് ഉള്ളിലേക്ക് പോയി അടുത്ത പോയിന്റിലേക്ക് നമ്മളിത് വെച്ചു. അപ്പോൾ 2 പ്ലീറ്റ്സ് ആയി. ഇനി അടുത്തത് ഈ പോയിന്റിലേക്കാണ് നമ്മൾ ഇത് വെച്ചത്. അപ്പോൾ അടുത്ത പോയിന്റ് ഇതിങ്ങനെ എടുക്കുക. ഈ ഒരെണ്ണം ഉള്ളിലേക്ക് പോകുന്നു, അടുത്തതിലേക്ക് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വീതിയുള്ളത് വേണമെന്നുണ്ടെങ്കിൽ 1 പകരം 1.5 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതുപോലെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് പ്ലീറ്റ്സ് എടുക്കേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പം ഇനി അടുത്തത് ഈ പോയിന്റിൽ ഇങ്ങനെ എടുക്കുക, ഇത് ഉള്ളിലേക്ക് പോവുക, അടുത്ത പോയിന്റിലേക്ക് ഈ പ്ലീറ്റ്സ് വെക്കുക. കണ്ടോ, ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ പിൻ ചെയ്തെടുക്കുക. പിൻ ചെയ്തെടുക്കണം എന്നില്ല, ഞാനിപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പിടിച്ച് ഉള്ളിലേക്ക് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാലും മതി കേട്ടോ. ഇങ്ങനെ പിൻ ചെയ്ത് വെക്കണം എന്നില്ല. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ, നമ്മൾ 1/2 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടെ ഇതുവഴി ഈ ഒരു പോയിന്റ് വഴി ഇങ്ങനെ ഫുള്ളായിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് പിടിച്ചു വെച്ചിട്ട് ഈ ക്ലോത്ത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പട്ടയ്ക്ക് എടുത്തിരിക്കുന്ന ഈ ക്ലോത്തില്ലേ, ഈ ക്ലോത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച്, അതായത് പാവാടയുടെ നല്ല ഭാഗത്തായിരിക്കണം കേട്ടോ, അത് ശ്രദ്ധിച്ചോണേ. വെച്ചിട്ട് ഇങ്ങനെ ഈ സ്റ്റിച്ചിൽ കൂടി നമ്മൾ പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തില്ലേ, ഈ സ്റ്റിച്ചിൽ കൂടി തയ്ക്കുക. ഈ പട്ട ഇങ്ങനെ വെച്ചിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ വയ്ക്കുക. അപ്പം ഇതിൻ്റെ ലെങ്തും കണ്ടോ, ഇതും ഇവിടം വരെയും തുല്യമായിരിക്കണം. ഒരല്പം വല്ലതും അധികം കിടന്നാലും അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ വെച്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ എൻഡ് വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ കണ്ടോ, ഇതിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ കണ്ടോ, ഇതാണ് നല്ല വശം വരുന്നത്. ഇനി നമ്മൾ ഇത് നേരെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. കണ്ടോ, ഇവിടെ ഒരുപോലെ വരത്തക്ക രീതിയിൽ മനസ്സിലായോ. ഇങ്ങനെ പിടിച്ചിട്ട് സ്കേർട്ടിൻ്റെ ഈ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇത് ഉള്ളിലത്തെ സൈഡാണ്. ഉള്ളിലത്തെ സൈഡിൽ ഈ ഒരു തുമ്പ് താഴെ മുതൽ ഇങ്ങനെ മുകളിൽ ഈ പടിയുടെ മുകൾ ഭാഗം വരെയും കണ്ടോ, നമ്മൾ ഈ തയ്ച്ച പടിയില്ല, ഇതിൻ്റെ മുകൾ ഭാഗം വരെയും കൂട്ടി തയ്ക്കുക. നമ്മളിവിടെ സ്ട്രിങ് അല്ല, ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത്. ഇങ്ങനെ കൂട്ടി തയ്ച്ച് ഇങ്ങനെ ഒരു സൈഡ് ഓപ്പൺ ആയി കിടക്കുന്ന ഈ സൈഡ് കൂട്ടി തയ്ച്ചെടുക്കുക. ഇവിടെ വരെയും തയ്ക്കണം, പടിയുടെ മുകൾ ഭാഗം വരെ. നമ്മളിത് ഇവിടെ കൂട്ടി തയ്ച്ചിട്ടുണ്ട് കണ്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വിട്ടു പോകും. അതുകൊണ്ടാണ് ഈ പടി വെച്ചിരിക്കുന്ന പോർഷൻ രണ്ടായിട്ട് കണ്ടോ. ഇതിപ്പോൾ ഒരു ഫുൾ ഇതായി, വട്ടം പോലെയായി. കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്കല്ലേ. ഇങ്ങനെയായി. അപ്പോൾ ഇനി പടിയുടെ ഈ ക്ലോത്ത് നമ്മളിത് ഇങ്ങനെ
ആദ്യം ഇതൊന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കുക. ഓക്കെ, മുകൾ ഭാഗം 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കുക. അപ്പം നിങ്ങൾക്ക് ആദ്യം ഇതും ഒന്നിച്ച് മടക്കിയിട്ട് ഇതിങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലാവും? ഈ തയ്ച്ചിരിക്കുന്ന സ്റ്റിച്ചില്ലേ, ഇതിൻ്റെ മീതേക്കാണ് കൃത്യമായിട്ട് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ച് തയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്നിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഒരു 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ അത് അഴിഞ്ഞു പോവില്ല. അതിന് ശേഷം അത് ഈ ഭാഗത്തേക്ക് പിടിച്ച് വെച്ചിട്ട്, ഉള്ളിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, തയ്ച്ച് വെച്ചിട്ട് പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ ഇവിടെ നിന്നും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ ഫുൾ റൗണ്ടായിട്ട് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ തയ്ച്ച് ഫുൾ റൗണ്ടായിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ച് നിർത്തുക. ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും. നിർത്തുക. കാരണം നമുക്ക് ഇതുവഴി ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം മാത്രമേ ഈ സ്റ്റിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഭാഗം ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഭാഗം ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫുള്ളായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട്. നല്ല സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ്. പാവാടയുടെ നല്ല സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഉള്ളിലാണ് നമ്മൾ മടക്കി തയ്ച്ചത്. കണ്ടോ, ഇങ്ങനെയാണ് നല്ല സൈഡ് വരുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്യാപ്പ് വിട്ട പോർഷൻ ഉണ്ടല്ലോ ഉള്ളിൽ, ഈ ഗ്യാപ്പ് വിട്ട ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് കിടത്തണം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് ഞാനൊന്ന് പറയാം. നിങ്ങൾ ഇടുന്ന ഹിപ്പ് മെഷർമെൻറ്റ്, നിങ്ങൾക്ക് എത്രയാണോ ഹിപ്പ് മെഷർമെൻറ്റ് വേണ്ടത്, അതായത് നിങ്ങൾ പാവാട ഇടുന്ന ഭാഗത്തെ ആ മെഷർമെൻറ്റ്, അതിപ്പോൾ വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാനിവിടെ ആ ഹിപ്പ് മെഷർമെൻറ്റിനേക്കാൾ ഒരു 2 ഇഞ്ച് കുറച്ചാണ് എടുക്കുന്നത്. ഞാനിവിടെ പറഞ്ഞിരുന്നത് ഒരു 14 ഇഞ്ചാണ് പറഞ്ഞിരുന്നത്. 4 ഇഞ്ച് നമ്മൾ ലൂസ് കൂടിയാണ് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 14 ഇഞ്ചാണ് നമുക്ക് ഹിപ്പ് മെഷർമെൻറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് കുറച്ച് വേണം ഇലാസ്റ്റിക് എടുക്കാൻ. 2 ഇഞ്ചും ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് 2 ഇഞ്ച്. ഇപ്പോൾ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ 30 ഇഞ്ചൊക്കെ ഹിപ്പ് മെഷർമെൻറ്റ് വരുന്നവരാണെങ്കിൽ 26 ഇഞ്ച്, ഒരു 4 or 5 ഇഞ്ച് കുറച്ച് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇലാസ്റ്റിക് ഇതേ നമ്മളിവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, ഈ ഗ്യാപ്പിൽ കൂടി ഇലാസ്റ്റിക് ഇങ്ങനെ കടത്തുക. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ ഒരു പിന്നുകൊണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പിന്നുകൊണ്ട് ഇതിങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ട് ഇലാസ്റ്റിക് കൂട്ടി തയ്ക്കുക. അതിനുശേഷം ഈ ഗ്യാപ്പും തയ്ച്ച് ഫില്ല് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് കണ്ടോ, ഇതിൻ്റെ ഇവിടുത്തെ പോർഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് തയ്ച്ചിരുന്നത്. ഇലാസ്റ്റിക് ഉള്ളിൽ കടത്തി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലാസ്റ്റിക് കൂട്ടി തയ്ക്കുമ്പോൾ ഒരു 3-4 സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു പട്ടുപാവാട റെഡി ആയിട്ടുണ്ട്. ഓണം സ്പെഷ്യൽ പാവാടയാണ്. എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ 1 മുതൽ 10 വയസ്സ് വരെയുള്ള അളവുകൾ നമ്മുടെ ആപ്പിലുണ്ടാവും. ആപ്പിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമുക്കിടാം. അപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് പാവാട സ്റ്റിച്ച് ചെയ്ത് നോക്കൂ. അത് കഴിയുമ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ കട്ടിങ് ഇടുന്നതായിരിക്കും. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.